ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ്. ഇതിൽ നല്ല അടിപൊളി ഷവർമ മാക്രോണിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം തൊട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഒന്ന് ചായക്ക് കടിക്കാൻ വേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ എപ്പോഴും എണ്ണക്കടി അങ്ങനെ ഡെയിലി ആക്കുമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ പഴം ഉള്ളത് കൊണ്ട് ഉമ്മാമൻ്റെ സ്പെഷ്യൽ നുള്ളിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മാമ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും നുള്ളിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഉമ്മാമൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അപ്പോൾ ഞാനും ഇപ്പം കുറേ ആയി ഉമ്മാമൻ്റെ നുള്ളിയിട്ട് തന്നിട്ട്, അപ്പോൾ ഇന്ന് അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നുള്ളിയിട്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ കാണിച്ചു തന്നേട്ടാ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഒന്നുമില്ല, കാര്യമായിട്ട് 3-4 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ. മൈസൂർ പഴമില്ലേ, മൈസൂർ പഴവും മൈദയും പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് അങ്ങനെ ഓവർ വെള്ളം വേണ്ട, ഒന്ന് മിക്സായി കിട്ടാനുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നേരിട്ട് എടുക്കുക, അത്രേ പണിയുള്ളൂ. എന്നിട്ട് നുള്ളി ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അതിനാണ് നുള്ളിയിട്ടെന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മാമ്മ അതിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളല്ലേ ഈ നുള്ളിയിട്ട്, എന്നാലും ഭയങ്കര പവർഫുള്ളായിട്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ എണ്ണക്കടി ഡെയിലി ഒന്നും ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്നിക്ക് ബിസ്ക്കറ്റ് ബേക്കറി സാധനം എന്തെങ്കിലും എല്ലാം കഴിക്കും. പക്ഷേ ഇന്നിപ്പോൾ പഴവും പിന്നെ മൈദ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലില്ലല്ലേ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ലിയൂസ് ഇങ്ങനെ വന്നിട്ട് ഉമ്മാമനോട് ഓരോരോ കഥ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഓള് പറയാം ഓക്ക് പുഡിങ് ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള ഭയങ്കര തള്ളുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇന്നും എങ്ങനെ പുഡിങ് ഉണ്ടാക്കുക? ഞാൻ കുറച്ച് മൈദപ്പൊടി ഇടും, പിന്നെ പഞ്ചസാര ഇടും, പിന്നെ കുറച്ച് ഉപ്പ് ഇടും, പിന്നെ കുറച്ച് മൈദപ്പൊടി ഇടും, പിന്നെ ഒരു കൈശം മുറിച്ച് പഴം. അതെയാ, ഇങ്ങനെ പുഡിങ് എല്ലാം ഉണ്ടാക്കാൻ അറിയാലേ? എനിക്ക് പ്ലേറ്റിന്റെ സൈഡിൽ തിന്ന ഒരു കത്തിയും കൊടുക്കുമ്പോൾ അതെയാ, എല്ലാം റെഡിയായി. ആഹാ, മാഷാഅല്ലാഹ്, ഇന്നെല്ലാം അയ്യാലോ അല്ലേ. അപ്പോൾ ലിയൂസിൻ്റെ പുഡിങ്ങിൻ്റെ കഥ ആടുന്ന് കേൾക്കുന്ന സമയം കൊണ്ട് ഉമ്മാമ്മ നമ്മുടെ നുള്ളിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വിരലുകൊണ്ട് ഇങ്ങനെ നുള്ളി ഇടുക, ഒരു പിടുത്തങ്ങ് പിടിക്കുക, എന്നിട്ട് നുള്ളിയിട്ട് അങ്ങ് ഇടുക. ആ ഒരു രീതിക്കാണ് ചെയ്യുന്നതാണല്ലോ. നല്ല രസമാണ് ചെയ്യാൻ. പിന്നെ എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എടുത്താൽ മതി, പെട്ടെന്ന് റെഡിയാകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആളെ ചുറ്റിപ്പറ്റി നിൽക്കുക, ഇടയ്ക്കിടെ വർത്താനം പറഞ്ഞിട്ട് വായിലിടുക അല്ലേ. ഇതെല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഉമ്മാമ അവിടെ നിന്ന് നുള്ളിയിട്ട് റെഡിയാക്കുന്നുണ്ട്. ആ സമയം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് മുറ്റടിച്ചിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഇന്നെന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ തൊട്ടിട്ട് മൊത്തത്തിലൊരു ഇളം വെയിലെല്ലാം ആയിട്ടൊന്നും മുറ്റമെല്ലാം നാറി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരേ മഴയല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക നോക്കി നിന്നിട്ടൊരു ഗോൾഡൻ ചാൻസ് കിട്ടുന്ന പോലെ അല്ലേ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടിക്കല്. അപ്പോൾ ഇന്നെന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ്, നല്ലൊരു മുറ്റമെല്ലാം ആറി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് അടിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ മുറ്റടിക്കലിൽ അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ അടിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ ആയാലും അടിക്കാതെ നാട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ അടിക്കുക എന്നുള്ളത്. ഒന്നിക്ക് സെലുവല്ല, ആദ്യമേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ജോലിക്ക് നമുക്കിവിടെ കണക്കൊന്നുമില്ല. ആർക്കാണോ ഒരു ദിവസം ഇൻട്രസ്റ്റ് ഉള്ള അപ്പോൾ അതിനനുസരിച്ചിട്ട് അടിക്കലാണ് കേട്ടോ. ഒന്നിക്ക് ഞാൻ അടിക്കും, അല്ലെങ്കിൽ സെലു അടിക്കും, ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ എല്ലാ പണിയും ചെയ്യൽ. അങ്ങനെ മുറ്റടിക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്ന് എൻ്റെ നമ്മൾ ചായ കുടിക്കലാന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മുറ്റടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ട് ഉപ്പാക്കും ഇക്കാക്കെല്ലാം ആദ്യമേ കൊടുത്തേട്ട ചായ. ഇപ്പം ഞാൻ എന്നെ കാത്തിട്ടുമ്മ നിന്നിട്ട് ഞാനും ഉമ്മയും റിയയും ലിയൂസെല്ലാം കൂടി കുടിക്കലാണ്. റിയ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് വന്നതാണ് കേട്ടോ.
അങ്ങനെ ചായപൊടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല മഗ്‌രിബ് ആവാനായിട്ടുണ്ട്. ഇപ്പം ബാങ്ക് കൊടുക്കട്ടോ, ഏതാണ്ട് ബാങ്ക് കൊടുക്കേണ്ട ടൈം ആവാറായിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പ്രയർ കാര്യങ്ങൾ നിസ്കാരം ഓത്ത് അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കരുതി പോകുന്നതിന് മുന്നേ കുറച്ചൊന്ന് കുന്തിരിക്ക ഇവിടെ പുകയാൻ വേണ്ടി വെക്കാന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നല്ല മണമല്ലേ ഇതിങ്ങനെ പുകയ്ക്കാൻ വേണ്ടി വെക്കുമ്പോൾ. അതുമല്ല ഇപ്പം ഭയങ്കര കൊതുകല്ലേ, ഭയങ്കര പച്ചപ്പുല്ലും പിന്നെ മഴയെല്ലാം പെയ്യുന്നത് കൊണ്ട് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കൊതുകാണ്. അപ്പോൾ ചെറിയൊരു കൊതുകിനും ആശ്വാസം കിട്ടും, എന്നാൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇവർ രണ്ടാളിപ്പം ഭയങ്കര കളിയായിട്ടാ. റിയ വൈകുന്നേരം സ്കൂളും വിട്ട് കുറച്ച് പഠിക്കാനായിട്ടെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബെല്ലാം ആവുന്ന ടൈമിൽ മഗ്‌രിബിന് തൊട്ട് മുന്നേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ഇനിയിപ്പോൾ രാത്രിയേ പോവുള്ളൂ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീവ്സ് നമ്മളിപ്പോൾ നാട്ടിലില്ലാത്ത ടൈമിലാണെങ്കിൽ റിയയുടെ വരൽ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര സങ്കടമാണ്, എൻ്റെ മോളില്ലാതുകൊണ്ട് വരില്ല എന്നല്ല പോലും പറയും. ഉമ്മ പറയും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവരെ കളിയാടുന്നത് നടക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബീഫ് ഉള്ളത് കൊണ്ട് ഇന്ന് ഷവർമ്മ മാക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫിനെ കൊണ്ട് നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാക്രോണി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ പാനിൽ ഞാൻ ആദ്യമേ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് വേണ്ടുന്ന ഓയിൽ നമുക്കിത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാം വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1-2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് മാക്രോണിയാണ് ഇതിലേക്ക് നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. മാക്രോണി പിന്നെ വേവിക്കാൻ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ, ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ. ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് നന്നായിട്ട് 100% വേവുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, നമ്മളിനി ഇതിപ്പം മസാലയിലിട്ട് സെപ്പറേറ്റ് അങ്ങനെ കുക്ക് ചെയ്യുക ഒന്നുമില്ല, ഡയറക്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടുന്ന് വേവട്ടെ. ഇനി നമുക്ക് അതിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളെല്ലാം ഇവിടുന്ന് സെലു കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മൾ സെയിം ആസ് ഷവർമ്മ ഫില്ലിങ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഷവർമ്മ മാക്രോണി അല്ലേ. അപ്പോൾ ക്യാബേജ്, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ കട്ടിങ് പരിപാടിയെല്ലാം ഞാൻ സെലൂന് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇന്ന് ഉമ്മാക്ക് റെസ്റ്റാണ് ഫുള്ള്. അപ്പോൾ അതുപോലെ ഓളെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മളെ മക്രോണി കണ്ടില്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രത്തോളം തന്നെ വേവിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയില്ല. ഈ ഒരു വെള്ളമൊന്ന് ഊറ്റി കളഞ്ഞിട്ട് ഞാൻ സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിനറിൽ ഇതുപോലെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പൈപ്പ് തിരിച്ചിട്ട് നമ്മൾ പച്ചവെള്ളമില്ല നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അതെന്തായാലും അങ്ങനെ തന്നെ ഒന്ന് ചെയ്യണേ. ഇനി ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സൈഡിലേക്ക് അടച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏതാണ്ട് വൈകുന്നേരം തന്നെ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെന്തതിന് ശേഷം ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ല, നോർമൽ മസാലയാണ് കേട്ടോ. മഞ്ഞളും മുളകും ഉപ്പുപൊടി ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെന്തിട്ടുള്ള ബീഫ് മൊത്തത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ചൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മട്ടൺ എടുക്കുക, ഏതും എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഈ ഒരു മക്രോണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് ഇനി ഇവിടുന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാനിവിടുന്ന് തക്കാളിയും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ സെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ 2 ചെറുത് സൈസാണ് എടുത്തിട്ടില്ല. എൻ്റെ അതിപ്പം 2 പാക്കറ്റ് മാക്രോണി ഇല്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സെലു ഇപ്പോൾ ക്യാരറ്റും സവാള കാര്യങ്ങളൊക്കെ ചോപ്പറിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ക്യാബേജ് മാത്രം നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചോപ്പറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
കേട്ടോ, പെട്ടെന്ന് പരിപാടി ആയല്ലോ. പിന്നെ വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ കണക്കൊന്നും ഇല്ലല്ലോ, ഇന്ന രീതിക്ക് ചെയ്യണമെന്നൊന്നും അല്ലേ, ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ ഫ്രൈ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ മൊത്തത്തിൽ കട്ട് ചെയ്ത് എല്ലാം കൂടി സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഷവർമ മക്രോണി സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മക്രോണി ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു പകുതിയാക്കി അങ്ങനെ കുറച്ചാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ആവും തോറും എത്രത്തോളം വേണമെന്ന് നമുക്കിത് മിക്സ് ആക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നോക്കിയിട്ട് ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഓവർ കുഞ്ഞാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നില്ല, അങ്ങനെയൊന്നും ചെയ്തെടുക്കരുത്. കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ ആണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെന്തുടയുന്ന വരെ വേവിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ വലിയ കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ടയുടെ മയോണൈസാണ്, കാരണം എൻ്റെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഫൈനലായിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി, വേറെ നമ്മൾ എരിവിനൊന്നും ചേർത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി അധികം ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അധികമാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമ മക്രോണി റെഡി ആയി കേട്ടോ. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മക്രോണി വേവിച്ചിട്ട് വെക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ലാസ്റ്റ് സെർവ് ചെയ്യുന്ന ടൈമിൽ മിക്സ് ആക്കി കൊടുത്താൽ മതി. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്, വെറുതെ പറയല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലാന്ന്. ഇതിനിപ്പോൾ നോർമൽ ഫുഡ് കഴിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങൽ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ലപോലെ ലേറ്റ് ആയിട്ടെ. സാധാരണ നമ്മൾ 9 മണി മാക്സിമം പോയി 9:30 ആകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിയും. അപ്പോൾ ഇന്ന് നല്ലപോലെ ലേറ്റായി, കാരണം മാക്രോണിയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ വീട്ടിൽ ഗസ്റ്റ് വന്ന്, അപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് വെക്കില്ല നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലേ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്ര തന്നെയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്